പാലക്കാടിൻ്റെ പെരുമ കലയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി വളരെ ശബ്ദമിങ്ങനെ മുഴങ്ങാൻ പര്യാപ്തമായ ഒരു ഭൂപ്രകൃതിയാണ്. പാട്ട് പടരുന്നതിനേക്കാൾ ശബ്ദം ഇങ്ങനെ വിസ്തൃതമായി മുഴങ്ങാൻ പര്യാപ്തമായ ഒരു ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കേരളത്തിൽ വാദ്യകലയും ദൃശ്യകലയും വിളഞ്ഞ ഒരു പാലക്കാടിനെ പറ്റി നമുക്ക് സംക്ഷിപ്തമായി പറയാം. നമ്മൾ വാദ്യകലയിൽ നിന്ന് ആരംഭിക്കാം. കേരളത്തിൻ്റെ ശബ്ദം ചെണ്ടയുടെ ശബ്ദമാണ്. ലോകഭൂപടത്തിൽ ഒരു ചെണ്ടയുടെ ചിത്രം വരച്ചാൽ അത് കേരളമാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ശബ്ദായമാനമായ ഒരു കേരളീയ പ്രകൃതി നമുക്കുണ്ട്. അപ്പം ചെണ്ടയിലെ ഏറ്റവും മികച്ച കല, ഒരു കലാകാരൻ്റെ സർഗാത്മകമായ സ്വാതന്ത്ര്യം ആവിഷ്കരിക്കാനുള്ള കലയാണ് തായമ്പക. തായം എന്നാൽ താളം, വക എന്ന് വെച്ചാൽ മനോധർമ്മം. ഒരു അടിസ്ഥാന താളത്തിൽ നിന്നുകൊണ്ട് വ്യക്തി സൃഷ്ടിക്കുന്ന മനോധർമ്മങ്ങളും വിന്യാസങ്ങളുമാണ് തായമ്പക. ഒരു കലാകാരന് ഏറ്റവും അധികം സ്വാതന്ത്ര്യം ഉദ്ഘോഷിക്കുന്ന ഈ തായമ്പക, അതിൻ്റെ ഈറ്റില്ലം എന്ന് പറയാവുന്നത് പാലക്കാട് ജില്ലയാണ്. ഒന്ന് പൊന്നാനിക്ക് അടുത്ത മലപ്പുറം ജില്ല അതിർത്തി പിരിയുന്ന എം ടി വാസുദേവൻ നായരുടെയൊക്കെ നാടായ കൂടല്ലൂരിനടുത്ത മലമക്കാവ് എന്ന സ്ഥലത്ത് തായമ്പകയിലെ ഒരു ശൈലി രൂപപ്പെടുകയും അത് പടിഞ്ഞാറ് ഭാഗമാണ്. കിഴക്കൻ ഭാഗത്ത് പാലക്കാട് ശൈലി എന്ന ഒരു ശൈലി രൂപപ്പെടുകയും ചെയ്തു. അത് പാലക്കാട് തന്നെ കല്ലേക്കുളങ്ങര, ചിതലി, പല്ലശന, പല്ലാവൂർ ഈ 3 ഭാഗങ്ങൾ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തായമ്പകയിലെ ഒരു കിഴക്കൻ ശൈലി രൂപപ്പെടുകയും ചെയ്തു. അത് പാലക്കാട് നിന്ന് ഈ മലമക്കാവിലേക്ക് ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ 100 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ തായമ്പകയിലെ 2 ശൈലികൾ രൂപപ്പെട്ടു. അത് പാലക്കാടൻ ശൈലി എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായി ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് മേളാത്മകമായ ഒരു തായമ്പക. ചിതലി രാമമാരാർ, പല്ലശന പത്മനാഭമാരാർ, കല്ലേക്കുളങ്ങര ഗോവിന്ദമാരാർ തുടങ്ങിയ ഭാഗങ്ങളിലുള്ള പ്രയോക്താക്കൾ രൂപപ്പെടുത്തിയ ഒരു തായമ്പക ശൈലി. അതിനപ്പുറത്ത് ഒരു പല്ലാവൂർ അപ്പുമാരാർ, മണിയന്മാരാർ, കുഞ്ഞുകുട്ടമാരാർ എന്നിവർ ചേർന്ന് രൂപപ്പെടുത്തിയ സംഗീതാത്മകമായ മറ്റൊരു ശൈലി. അപ്പൊ ഇവിടെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ തൃത്താല ഭാഗത്ത് അല്ലെങ്കിൽ മലമക്കാവ് ഭാഗത്ത് മലമക്കാവ് കേശവ പൊതുവാളും അദ്ദേഹത്തിന് മകൻ തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാൾ അടക്കമുള്ളവർ ചേർത്തിട്ടുള്ള ഈ അതിൽ പഞ്ചാരിക്കൂറ എന്ന് പറയും, അതിന് സാധ്യത ഉള്ള ഒരു ശൈലി അവർ രൂപപ്പെടുത്തി. ഇവിടെ ഏറ്റവും പതിച്ചിട്ട് കൊട്ടുന്ന അടന്ത താളത്തിൽ കൊട്ടുന്ന അടന്തക്കുറ എന്ന ശൈലി പാലക്കാടുള്ളവർ രൂപപ്പെടുത്തി. അതിലൊരു അത്ഭുതകരമായ ഒരു വസ്തുത, ഈ തായമ്പകയിലെ എക്കാലത്തെയും വലിയ 2 കലാകാരന്മാർ, ഒന്ന് തൃത്താല കേശവ പൊതുവാൾ, അദ്ദേഹം ഈ മലമക്കാവ് ശൈലിയിലായിരുന്നു. മറ്റൊന്ന് പാലക്കാട് ശൈലിയിലെ ഏറ്റവും മികച്ച തായമ്പക കലാകാരൻ പല്ലാവൂർ അപ്പുമാരായിരുന്നു. ഇവർ 2 പേരുമാണ് ഈ തായമ്പകയുടെ ശരീരത്തെ ബ്രേക്ക് ചെയ്ത് പുതിയ ഒരു ശബ്ദശാസ്ത്രം രൂപപ്പെടുത്തിയത്. ഇന്ന് തായമ്പകയിലെ ഏറ്റവും മികച്ച കലാകാരനായിട്ടുള്ള മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, അദ്ദേഹം വടക്കേ മലബാറിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ഈ ഒറ്റപ്പാലം പത്തിരിപ്പാലയിലുള്ള ഗാന്ധി സേവാ സദനത്തിൽ വന്ന് കഥകളിക്കൊട്ട് പഠിക്കുകയും തായമ്പകയിലെ പാലക്കാട് മലമക്കാവ് ശൈലികളെ സ്വാംശീകരിച്ചുകൊണ്ട് അതിനെ ഒരു പുതിയ വാദന ശാസ്ത്രം നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ ഈ തായമ്പക എന്ന കലാരൂപം ഏറ്റവും അധികം പുഷ്ടിപ്പെട്ടതും ഏറ്റവും അധികം കലാകാരന്മാർ, മൗലിക കലാകാരന്മാർ ജനിച്ചതും ജീവിച്ചതും
പാലക്കാട് ജില്ലയിലാണ്. അത് വളരെ ചുരുക്കി പറയാൻ പറ്റും. മറ്റൊന്ന് പഞ്ചവാദ്യം. ഏറ്റവും നമ്മളൊരു 1920കളിലാണ് പഞ്ചവാദ്യം രൂപപ്പെടുന്നത്. അതായത് ചെണ്ടയെ നിരാകരിച്ചുകൊണ്ടൊരു വാദ്യരൂപം വരികയാണ്. നവോത്ഥാന കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഇപ്പോൾ നമ്മൾ കുമാരനാശാന്റെ കവിതയിൽ നിന്നൊക്കെ ചങ്ങമ്പുഴ കവിതയിലേക്ക് മാറുന്നൊരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വളരെ കാൽപ്പനികമായ തിമിലയും മദ്ദളവും ഇടയ്ക്കയും കൊമ്പും ഇലത്താളവും ചേർന്നുള്ള ഈ ഒരു പഞ്ചവാദ്യം എന്നുള്ള ഈ ഒരു സിംഫണിക്ക് അല്ലെങ്കിൽ ഈ വാദ്യവൃന്ദത്തിന് അതിൻ്റെ സംഗീതാത്മകതയും താളാത്മകതയും നൽകി അതിനൊരു പുതിയ ശരീരഭാഷ ഉണ്ടാക്കിയത് പല്ലാവൂർ അപ്പുമാരാരും മണിയന്മാരാരും കുഞ്ഞുകുട്ടമാരാരുമാണ്. അപ്പം ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചവാദ്യ ശൈലി എന്ന് പറയുന്നത് പല്ലാവൂർ ശൈലിയാണ്. അപ്പോൾ തായമ്പകയ്ക്കും പഞ്ചവാദ്യത്തിനും ഉള്ള പെരുമയ്ക്ക് അടിസ്ഥാനപരമായി കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ പാലക്കാട് ജില്ലയോടാണ് പ്രധാനമായിട്ട്. മേളം തൃശ്ശൂർക്കാരുടേതാണെങ്കിലും ഈ കലാകാരന്മാരെല്ലാം മികച്ച രീതിയിൽ മേളവും കൊട്ടിയിരുന്നു. അപ്പം നമ്മൾ ശബ്ദത്തോടൊപ്പം പറയേണ്ട മറ്റൊരു വസ്തുത, അത് ഞാൻ അടുത്ത കഥകളിയുമായി ബന്ധപ്പെട്ട കഥകളിയിലെ ദൃശ്യത്തോടൊപ്പം ശബ്ദവും നാദവും എങ്ങനെ വന്നു അതിൻ്റെ പെരുമ പറയുന്ന ഭാഗത്ത് അത് പറയാം. അപ്പം ചെണ്ടയിലെ തായമ്പകയിലെ ഏറ്റവും മികച്ച കലാകാരന്മാർ രൂപപ്പെട്ട ഒരു സ്ഥലമാണ് പാലക്കാട്. നമുക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. എന്താണ് പാലക്കാടൻ ശൈലി, എന്താണ് മലമക്കാവ് ശൈലി? നമ്മൾ സാഹിത്യവുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാം. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ പറയുന്നുണ്ട്, പെരുമഴയുടെ സുരതാവേഗം ഒടുങ്ങി, ആരോഹണമില്ലാതെ അവരോഹണമില്ലാതെ കാലവർഷം ഖസാക്കിനുമേൽ സമാധി കൊണ്ടു. ഇത് മറ്റേ വിളയഞ്ചാത്തന്നൂരിൽ ജനിച്ച പാലക്കാട് പ്രകൃതിയോട് ഇണങ്ങുന്ന വിജയന്റെ ഭാഷയാണ്. അത് ആ ഒരു ഭാഷ എപ്രകാരം തായമ്പകയിൽ കൊട്ടുന്നു, അതാണ് പാലക്കാട് ശൈലി. ഒരു തുലാവർഷക്കാറ്റ് പോലെ ഒരു തലമുറ എൻ്റെ മുന്നിലൂടെ കടന്നുപോയി എന്നൊക്കെ, അല്ലെങ്കിൽ വീട്ടിയുടെ ഭാഷ അല്ലെങ്കിൽ MTയുടെ ഭാഷ, അതെങ്ങനെ നമ്മൾ വായിക്കുന്നു, അതാണ് കൊട്ടിലെ ഒരു മലമക്കാവ് ശൈലി. അതിൻ്റെ ഭാഷാപരമായിട്ടൊരു താരതമ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ കൃത്യമായ ക്രാഫ്റ്റോടൊക്കെ കൂടി കൊട്ടുന്ന ഒരു വൈലോപ്പിള്ളി കവിത എങ്ങനെ, ആ വൈലോപ്പിള്ളി കവിതയെ നമുക്ക് മലമക്കാവ് ശൈലിയോട് ഉപമിക്കാം. P. കുഞ്ഞിരാമൻ നായരുടെ കവിത അതിങ്ങനെ വാർന്നു വീഴുകയാണ്. അപ്പപ്പോൾ തത്സമയ മനോധർമ്മങ്ങൾ വരികയാണ്. അതിനെ നമുക്ക് പാലക്കാട് ശൈലിയുമായിട്ട് ചേർത്ത് വയ്ക്കാം. ഞാനത് കുറച്ചുകൂടെ ഇതിൽ എഴുത്തുകാരൊക്കെ ഉണ്ടാവണം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ രണ്ട് ശൈലികൾ തായമ്പകയിൽ വരികയും അത് തായമ്പകയ്ക്ക് വലിയ ഒരു സാധ്യത രൂപപ്പെടുത്തുകയും ചെയ്തതിലെ ഈ തായമ്പകയിലെ പാലക്കാടൻ പെരുമ തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ തായമ്പകയെ പറ്റി ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതിൽ 80% കലാകാരന്മാരും ഈ ശൈലി കൊട്ടിയവരും ഏറ്റവും പ്രസക്തരായവരെല്ലാം ഇവിടെ ജനിച്ചവരോ ഇവിടെ ജനിച്ചവരുടെ ശിഷ്യരോ പ്രശിഷ്യരോ ആയിട്ട് മാറും. അപ്പം ശബ്ദത്തിൻ്റെ വലിയൊരു സാധ്യത ഉണ്ട്.